നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രം, കൊല്ലവർഷം 1202 അതായത് 2026-2027 വർഷത്തെ തിരുവോണ വർഷഫലമാണ് പറയുന്നത്. ഈ ഫലം നോക്കുമ്പോൾ ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പരിശ്രമത്തിനൊക്കെ ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. ചില മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ സാമ്പത്തിക നേട്ടവും ചില സ്ഥാനമാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ ചില മാസങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ വർഷം നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് നിറങ്ങളുണ്ട്. ആ നിറങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. കടും ചുവപ്പ്, മെറൂണ്, സ്വർണ്ണ നിറം, ഈ നിറങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഈ വർഷം 3, 9 എന്നീ സംഖ്യകളാണ്. അതുപോലെ തന്നെ ഭാഗ്യ ദിവസങ്ങള് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ്. അപ്പോൾ നമ്മൾ മാസങ്ങൾ തിരിച്ചുള്ള വിശദമായിട്ട് ഉള്ള ഒരു ഫലത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ശുഭകാര്യങ്ങൾ ചിങ്ങമാസം നടക്കുമെന്ന്, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ ശുഭകാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കുറിക്കാൻ പറ്റിയൊരു സമയമായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിൽ അംഗീകാരം ലഭിക്കുകയും ഒക്കെ ഉണ്ടാവുന്നതാണ്. ധനലാഭ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അശുഭ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നു ചേരാവുന്നതാണ്. ആവശ്യമില്ലാത്ത ചിലവുകളാണത്. നിങ്ങളുടെ സംസാരത്തിൽ തെറ്റിദ്ധാരണയൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങൾ വളരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവായിട്ട് നിങ്ങൾക്ക് അനുകൂല ദിവസങ്ങൾ ഈ മാസം വരുന്നത് 7, 9, 16, 18, 25 തീയതികളാണ്. അത് ചിങ്ങമാസത്തെ അടിസ്ഥാനമാക്കി മലയാള തീയതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കന്നി മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ ശുഭകാര്യങ്ങളായിട്ട് സംഭവിക്കാൻ പോകുന്നത് പഠനത്തിലും ജോലിയിലും ഒക്കെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയേറെ നല്ല ഒരു സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കടമൊക്കെ കുറയുന്നതാണ്. സാമ്പത്തിക വരവ് കൂടുന്നതോടെ നിങ്ങളുടെ കടമൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുകയും അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചില അശുഭ കാര്യങ്ങളൂടി ഈ മാസം സംഭവിക്കുന്നുണ്ട്. അത് ആരോഗ്യ കാര്യങ്ങളിലാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. യാത്രാവേളകളിലൊക്കെ നിങ്ങൾ കരുതലോടെ മുന്നോട്ട് പോകുക. ഈ കന്നി മാസത്തില് 5, 12, 20, 27 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് ഭാവിക്കുന്നതാണ്. അടുത്തായിട്ട് തുലാം മാസത്തിലേക്ക് കിടക്കുമ്പോൾ, ഒക്ടോബർ, നവംബർ മാസത്തിലേക്ക് കിടക്കുമ്പോൾ ശുഭകാര്യമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക നേട്ടം തന്നെയാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ്. കുടുംബത്തില് സൗഹാർദ്ദങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കുടുംബത്തില് സൗഖ്യമെല്ലാം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. പ്രണയകാര്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം മാസം. അതായത് ഒക്ടോബർ, നവംബർ മാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിന് അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അശുഭ കാര്യങ്ങളായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് ബന്ധുക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളില് ഈ വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും സമ്മതം നോക്കി നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടിയുണ്ട്. നിയമകാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് നീളുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് തുലാം മാസത്തില് 3, 10, 17, 24 തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് വൃശ്ചിക മാസം, അതായത് നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വരുമാനത്തിൽ, അതായത് സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിലൊക്കെ ആണെങ്കിലും വളരെയധികം പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമൊക്കെ ഉയരുന്ന ഒരു സമയമാണ്. അശുഭകാര്യമായിട്ട് നിങ്ങൾക്ക്
ഈ മാസം നിങ്ങൾ കോപമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഉറക്കക്കുറവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും. അതായത് വരുമാനമൊക്കെ വർദ്ധിക്കുന്നു, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഉറക്കത്തിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതചര്യയിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വൃശ്ചിക മാസത്തില് നിങ്ങൾക്ക് 6, 13, 21, 28 തീയതികൾ വളരെ ശുഭകരമായിരിക്കും. അടുത്തായിട്ട് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഡിസംബർ, ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. സർക്കാർ ജോലിയും വിദേശ ജോലിയും ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നേടാൻ പറ്റിയൊരു സമയമാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ നല്ല സമയമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ചെലവുകളൊക്കെ വളരെയധികം കൂടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ മാസത്തില് 2, 11, 19, 26 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നുണ്ട്. അടുത്തായിട്ട് മകരമാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് ജനുവരി, ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വത്ത് സംബന്ധമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പൂർവിക സ്വത്ത്, അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങുക, കൈവിട്ടുപോയ ഭൂമിയൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതൊക്കെയാണ്. കുടുംബത്തില് ഒരുപോലെ ഒരു ഐക്യമൊക്കെ രൂപപ്പെടുന്നതാണ്. നിങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കുടുംബത്തിലെ ആളുകൾക്കൊക്കെ നിങ്ങളോട് ഒരു മമതയൊക്കെ വന്ന് നിങ്ങളിലേക്ക് അടുക്കുന്ന ഒരു സമയമാണ്. ധനസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ജോലിഭാരം കുറച്ച് കൂടുന്നതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള മാനസിക സമ്മർദ്ദവും കൂടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം വരുമാനം കുറച്ച് കൂടുന്ന സമയമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് യോഗയൊക്കെ പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മകരം 8, 15, 22, 29 തീയതികള് വളരെ ശുഭകരമാണ്. അടുത്തായിട്ട് കുംഭമാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ്. പുതിയ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാനും പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടെയൊക്കെ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പരീക്ഷയിലൊക്കെ വിജയം ഉണ്ടാവുന്ന ഒരു സമയമാണ്. അശുഭ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യം നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. വൈറസ് സംബന്ധമായിട്ടുള്ള ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുംഭം 4, 12, 18, 25 തീയതികൾ വളരെ ശുഭകരമാണ്. അടുത്തായിട്ട് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് മാർച്ച്, ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാവുന്നുണ്ട്. കുടുംബത്തിലെ സന്തോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ വികാരാധീനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് ചില തീരുമാനങ്ങൾ, കുടുംബപരമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരത്തിന് അടിസ്ഥാനം കൊടുക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും മീനമാസത്തിൽ കാണുന്നുണ്ട്. മീനം 7, 14, 23, 30 തീയതികൾ വളരെ ശുഭകരമാണ്. അടുത്തായിട്ട് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഏപ്രിൽ, മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്കൊക്കെ അവര് ആഗ്രഹിച്ച പ്രൊമോഷനൊക്കെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ഥലം മാറ്റവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ വൻ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കൃഷിയിൽ വൻ നേട്ടം ഉണ്ടാകുന്നതാണ്. നാൽക്കാലികളെ കൊണ്ട് വൻ നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലൊന്നും ഇടപെടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അനാവശ്യ തർക്കങ്ങൾ നിങ്ങളുടെ ചില ന്യൂനതകളെ വിളിച്ചറിയിക്കുന്നതിന്, മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്നതിന് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകളും നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. 5, 13, 20, 27 തീയതികൾ വളരെ ശുഭകരമായിരിക്കും നിങ്ങൾക്ക്. അടുത്തായിട്ട് ഇടവ മാസത്തിലേക്ക് എത്തുമ്പോൾ, മെയ്, ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുടുംബത്തില് വളരെയധികം മംഗള കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങളുടെ വിവാഹം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നേട്ടമുള്ള ഒരു വർഷമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്.
ആരോഗ്യ ശ്രദ്ധ വളരെയധികം ആവശ്യമാണ്. ഈ സമയത്തൊക്കെ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒരുപാട് അലയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പണം വരുമ്പോൾ അതിന് പുറകെ നിങ്ങൾ പായുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പാച്ചിലില് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ഇടവം 2, 10, 18, 25 തീയതികൾ വളരെ ശുഭകരമാണ്. അടുത്തായിട്ട് മിഥുന മാസത്തിലെ ഫലം എടുക്കുകയാണ്. അതായത് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ വരുമാന മാർഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ മിഥുനമാസം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. മിഥുനം 6, 15, 21, 29 തീയതികൾ വളരെ ശുഭകരമാണ്. അടുത്തതായിട്ട് കർക്കിടക മാസത്തിലെ ഫലങ്ങൾ, അതായത് ഈ വർഷത്തിന്റെ അവസാനം എത്തുകയാണ്. 1202 ആണ്ട് അവസാനം എത്തുകയാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തില് അധികം സമാധാനം ഉണ്ടാവുന്നുണ്ട്. ദീർഘകാല ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലമാക്കാൻ കഴിയുന്നതാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും അനുകൂലമായിട്ടുള്ള മാസങ്ങൾ ചിങ്ങമാസം, വൃശ്ചികമാസം, ധനുമാസം ഒക്കെയാണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കന്നിമാസവും ഇടവമാസവുമാണ്. ഇതിന് പരിഹാരമായിട്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ വളരെ നല്ലത്. ശനിയാഴ്ച ദിവസം ശനീശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമമൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഹോമമൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ദിവസവും ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ പറഞ്ഞത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.